അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് പച്ചമാങ്ങ വെച്ചിട്ടുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് 1 കിലോ പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് 7 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി മാങ്ങ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് പീൽ ചെയ്ത് മാറ്റാം. അപ്പോൾ മാങ്ങയുടെ തൊലിയെല്ലാം പീൽ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി മാങ്ങ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ മാങ്ങയെല്ലാം രണ്ടായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. മാങ്ങ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിക്ക് വേണം കട്ട് ചെയ്തെടുക്കാൻ. രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു പാണ്ടി ഉണ്ടാവും. മാങ്ങയുടെ ആ ഒരു പാണ്ടി നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി മാറ്റി കളയുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ മാങ്ങയെല്ലാം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്ത ഒരു മാങ്ങ എടുക്കുക. രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്ത് കഴുകിയ മാങ്ങ ഒരെണ്ണം എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. അങ്ങ് ഫുള്ളായിട്ട് അങ്ങ് വരേണ്ട, ഒരു 1/4 ഭാഗത്തോളം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് വരഞ്ഞു കൊടുക്കുക. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എല്ലാ മാങ്ങയും ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് കട്ടിട്ട് കൊടുത്തിട്ട് ഒരു 1/4 ഭാഗത്തോളം കട്ട് ചെയ്ത് എടുക്കുക. ഫുള്ളായിട്ട് രണ്ടറ്റവും കട്ട് ചെയ്ത് മാറ്റല്ലേ, ഈ ഒരു രീതിക്ക് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഫുള്ളായിട്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുറിഞ്ഞു പോകും. ഈ ഒരു രീതിക്ക് വരഞ്ഞ് കട്ട് ചെയ്തെടുക്കുക. എല്ലാ മാങ്ങയും ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് പഞ്ചസാരയാണ്. 250 ml കപ്പിന് 1 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് കേടായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മാങ്ങയുടെ എല്ലാ ഭാഗത്തും ഈ പഞ്ചസാരയും വിനാഗിരിയും എത്തണം. അപ്പോൾ എല്ലാം നന്നായിട്ട് പഞ്ചസാരയും വിനാഗിരിയും ഉപ്പായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വിനാഗിരി ഉപ്പും ചേർത്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ പഞ്ചസാര എല്ലാം ഒന്ന് അലിഞ്ഞ് വരുന്നവരെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് 3 വറ്റൽമുളക് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യാം. ചെറുതായിട്ട് ഒന്ന് നിറം മാറുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്യാം. വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. കൂടി പോരുത്, എന്നാൽ പിന്നെ ഒരു കയ്പരസം ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം ചേർക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ കരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മുഴുവൻ മല്ലി ചേർക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. കടുകെല്ലാം പൊട്ടി ഉലുവയുടെ കളറൊക്കെ മാറി എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഫ്ലെയിം ഓഫാക്കി ഇത് ചൂട് മാറിയതിന് ശേഷം തരിതരിപ്പായിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകരുത്. തരിതരിപ്പായിട്ട് ഇടുകല്ലിൽ വെച്ചോ അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടോ, മിക്സിയുടെ ജാറിലിട്ടിട്ടാണെന്നുണ്ടെങ്കിൽ പൾസ് ചെയ്ത് ഒന്ന് പൊടിച്ചെടുക്കാം. ഇടുകല്ലിലാകുമ്പോൾ എല്ലാം കൂടിയിട്ട് പൊടിഞ്ഞു പോകാത്ത രീതിയിൽ പൊടിച്ചെടുക്കാൻ പറ്റും. പിന്നെ ചൂട് മാറിയിട്ട് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ മാങ്ങയിൽ പഞ്ചസാരയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ 1 മണിക്കൂർ ആയപ്പോൾ തന്നെ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വെള്ളമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നല്ലതുപോലെ വെള്ളമായിട്ട് വരണം. പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വെള്ളമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു കടായിലേക്ക് മാറ്റാം. ഇപ്പോൾ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ട് ഒരു കടായിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഇനി നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നല്ല കളർ കിട്ടുന്നതിന് തന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ ഈ മാങ്ങ ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത്. ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. പഞ്ചസാര പാനി കിടന്ന് തന്നെ വെന്ത് കിട്ടണം. ഇതിൽ ഒട്ടും തന്നെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഈ മാങ്ങയുടെ എല്ലാ ഭാഗത്തും ഒന്ന് എത്തണം. ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇത് ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ മാങ്ങയെല്ലാം ഒന്ന് വെന്ത് പഞ്ചസാര പാനിയൊക്കെ ഒന്ന് കുറുകി വരണം. ഒരുപാട് അങ്ങ് പഞ്ചസാര പാനി കുറുകി പോകരുത്. ചെറുതായിട്ട് പഞ്ചസാര പാനി ഒന്ന് കുറുകി വരുന്നവരെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം.
നമ്മൾ ഒഴിച്ചു കൊടുത്ത പഞ്ചസാര പാനിയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒരു ഒട്ടുന്ന പരുവാണ് വേണ്ടത്. ഒന്ന് ചൂട് മാറിയിട്ട് കയ്യിൽ ഒന്ന് തൊട്ട് നോക്കുക. ഒരു നൂൽ പാവൊന്നും ആയി പോവരുത്. തൊട്ട് നോക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഒട്ടി വരുന്നതാണ് ഇതിൻ്റെ പരുവ. ഒരു നൂൽ പാവമായി പോവരുത്. ഇതുപോലെ ഒട്ടി വരുന്ന സമയത്ത് വേണം നമ്മൾ പൊടിച്ച് വെച്ചതെല്ലാം കൂടിയിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇടികല്ലിൽ വെച്ചിട്ട് പൊടിച്ചെടുത്തതാണ്. പിന്നെ നമുക്ക് ലാസ്റ്റിൽ കുരുമുളക് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്, ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കാം. ഇത് ചൂട് മാറിക്കഴിയുമ്പോൾ നല്ലോണം ഒന്ന് കുറുകി സെറ്റായി കിട്ടും. അപ്പോൾ അതെല്ലാം ചൂട് മാറിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കുറേ ദിവസം ഇത് കേടുകൂടാതെ ഇരിക്കും. നമ്മളിതിൽ ഒട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഒരാഴ്ച വരെ പുറത്തും അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലും എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ജാറിൽ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ദിവസം കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. പുളിപ്പും എരിവും മധുരവും എല്ലാം കൂടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്